പറയുന്നു എപ്പിന്റെ കയ്യിലാ, പേരോട് പറയുന്നു പേരോടിന്റെ കയ്യിൽ. ഞങ്ങൾ രണ്ടു പടണ്ടല്ലോ, ആരെ കയ്യിലാ കൂട്ടരെ? ചോദ്യം പത്രക്കാരുടേതാണ്. എ പി പേരോടിന്റെ മുഖത്തേക്ക് നോക്കുന്നു, പേരോട് എപ്പിന്റെ മുഖത്തേക്ക് നോക്കുന്നു, ഇയാളെ കയ്യിലുണ്ടോ? അവസാനം രണ്ടാളും കണ്ണു ചുമിയർ ഒറ്റ പറച്ചില് സനദ് അബുദാബിയിലാണ്. സനദ് അബുദാബിയിലാണ്. എന്റെ അത് കൊണ്ടുവരാത്തത് പത്രക്കാർ ചോദിച്ചു. മുടി നിങ്ങളല്ലേ കൊണ്ടുവന്നത്, സനദ് നിങ്ങൾ കൊണ്ടുവരണ്ടേ? അവരെ പറഞ്ഞു അത് SK-ക്കാർ കൊണ്ടുവരട്ടെ. പത്രക്കാർ ചോദിച്ചു, മുടി നിങ്ങളും സനദ് അവരും എന്നത് വിരോധാഭാസല്ലേ? ഈ മുടി കൊണ്ടുവരുന്ന അതേ ഫ്ലൈറ്റിൽ തന്നെ ഇത് കൊണ്ടുവന്നൂടായിരുന്നോ? അല്ല, തൊട്ടടുത്ത ഫ്ലൈറ്റ് കൊടുത്തയച്ചൂടായിരുന്നോ? സനദ് എടുത്താ പൊങ്ങാത്ത സാധനമാണോ? തമാശ സ്വരത്തിലാണ് പത്രക്കാർ ചോദിച്ചത്. അവരെ പറഞ്ഞു ഇത് അത്ര വലിയ ഭാരമുള്ള സാധനമാണോ? അല്ല, അതൊരു പേപ്പറിലാണ്. പേപ്പർ നെറ്റിലിട്ടാൽ നിങ്ങൾക്ക് ലഗേജ് കൊടുക്കുന്ന പേടിയാണെങ്കിൽ ഇവിടെ നെറ്റിൽ എടുക്കാലോ, അതെടുത്ത് കൊണ്ടുവന്നുകൂടെ? പത്രക്കാർ വീണ്ടും ചോദിച്ചു, പേരോടിനെ വിട്ടില്ല. അവസാനം അവർ പറഞ്ഞു അടിരേഖ പരിശോധിക്കണം, അത് അബുദാബി ഞങ്ങൾക്ക് ഷെയ്ഖിനൊന്ന് ബന്ധപ്പെടണം. അതെപ്പോഴാ കൊണ്ടുവരിക? അടിരേഖ അതെപ്പോഴാ കൊണ്ടുവരിക? അടിയാധാരാണ് എന്ന് മനസ്സിലാക്കി പത്രക്കാർ വിചാരിച്ചു അങ്ങനെ ഉണ്ടോ, ഉണ്ടായിരിക്കും. എന്നാൽ അതെപ്പോ കൊണ്ടുവരും? പത്രക്കാരോട് പറഞ്ഞു ആവശ്യം വരുമ്പോൾ ഞങ്ങളത് കൊണ്ടുവരാം. ആ ആവശ്യം എപ്പോഴാ? ആവശ്യം എപ്പോഴാ? കേരളത്തിലെ സകലമാന ജനങ്ങളും പറയുന്നു അതൊന്ന് കാണിച്ചുകൂടെ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ മുടിയെ തള്ളി. അതേപോലെ തന്നെ മുജാഹിദ് തള്ളി, രണ്ട് മുജാഹിദും തള്ളി, പിന്നെ ബാക്കിയുള്ള മുജാഹിദും തള്ളി, ജമാഅത്ത് ഇസ്ലാമി തള്ളി, കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച പിണറായി വിജയനും തള്ളി. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ മതവിഭാഗം, കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ മീഡിയാസ് എല്ലാം പറയുന്നു ഞങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല, അതുകൊണ്ട് തെളിവ് വേണം. എല്ലാവരും പറഞ്ഞിട്ടും ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, ആ ആവശ്യം എപ്പോഴാ കൂട്ടര്? അതിപ്പോഴല്ലേ? അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്നാണല്ലോ ഇതിനർത്ഥം. അതെപ്പോഴാ? അത് കൊണ്ടുവന്ന് അന്ന് തീർത്തോടെ ഈ സംവാദം. അപ്പൊ സനദ് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇരിക്കട്ടെ, ഞങ്ങൾ ചോദിച്ചു, പിന്നെ അവർ പറഞ്ഞു സനദ് ചോദിക്കാനേ പറ്റില്ല. അവർ ഒരു ശ്രമം നടത്തി കോട്ടക്കൽ വെച്ച്, ഈ കോട്ടക്കൽ വെച്ച് പണ്ഡിത സമ്മേളനം എന്ന പേരിൽ നടത്തിയ ഒരു മാമാങ്കത്തിൽ സനദ് വായിച്ചു. ആ വായിച്ച സനദിൽ ഖാദിരി 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 എന്ന് പേരുള്ളത് കൊണ്ട് സംശയദുഃഖത്തോടുകൂടി ജനങ്ങൾ കാണുമെന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മലയമ്മ മുഹമ്മദ് സഖാഫി അവിടെ കൊണ്ട് രാജിവെച്ച് നമ്മുടെ കൂട്ടത്തിൽ വന്നുകൊണ്ട് പറഞ്ഞത്, ആ പറഞ്ഞ സനദ് ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് നിൽക്കാൻ ഇനി പറ്റാല എന്ന് മനസ്സിലാക്കി ഞാൻ രാജിവെച്ചു പോന്നു. ആ ഉണ്ടാക്കിയ സനദ് വ്യാജമാണ് എന്ന് ഇപ്പോൾ അവർ പറയുന്നു. അത് ഇവിടെ നിന്ന് ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ജാബിർ ഉദവി ഇവിടെ കേൾപ്പിക്കാൻ പോകും. ആ സനദിനെ പറ്റി ഇപ്പൊ അവർ പറയുന്ന അഭിപ്രായം, അവിടെ നേതാക്കന്മാർ മർക്കസ് വൃത്തങ്ങൾ പറയുന്ന കാര്യം അവിടെ കാണിക്കാൻ പോവുകയാണ്. ഇപ്പൊ സനദ് വ്യാജാണ്, ഖാദിരിയ ത്വരീഖത്താണ്. അതാവട്ടെ ഒന്നാമത്തെ മുടിക്ക് രണ്ടാമത്തെ മുടിക്കൊട്ടല്ലതാനും. ആ ഒന്നാമത് കൊണ്ടുവന്ന മുടി ഏതാ? ജാലിയ വാലന്റെ കയ്യിൽ കൊണ്ടുള്ള മുടിയാണ്. അപ്പൊ സനദ് വരെ കയ്യിലില്ല. പിന്നുള്ളത് ഞങ്ങൾ ചോദിച്ചു, മുടി കത്തിക്കോ അല്ലെങ്കിൽ ഈ മുടിക്ക് നേലുണ്ടോന്ന് പരിശോധിക്കോ? ഇവരൊക്കെ തയ്യാറാവണമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ചെന്നുകൊണ്ട് അന്വേഷിച്ചു. ജാലിയ വാലന്റെ കയ്യിൽ കൊണ്ട് കിട്ടിയ മുടിയുമായി ഇവിടെ വന്നു, കത്തിച്ചു നോക്കി, കത്തി. നേലുണ്ടോന്ന് പരിശോധിച്ചു, നേലുണ്ട്. അപ്പൊ ഞങ്ങൾ വെല്ലുവിളിച്ചു, ഞങ്ങൾക്ക് കിട്ടിയ മുടി അത് ഞങ്ങൾക്ക് തന്നത് ജാലിയവാല തന്നെയാണ് എന്ന് AP തന്നെ പറയുന്നു. AP ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എവിടെ നിന്ന് മുടി കിട്ടിയോ അവിടെ നിന്ന് തന്നെ SK-ക്കാർക്ക് മുടി കിട്ടിയെന്ന്. ഇരിക്കട്ടെ, രണ്ട് മുടി ഒന്നാണ് ഇയാൾ സമ്മതിച്ചല്ലോ. എങ്കിൽ ഞങ്ങളുടെ മുടി ഞങ്ങൾ കത്തിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ മുടി ഞങ്ങൾ നിഴലുണ്ടോന്ന് പരിശോധിക്കാം. നിങ്ങൾ തയ്യാറുണ്ടോ? ഇത് കേവലം നമ്മൾ ഒരു കൂട്ടരെ മാത്രമാവണ്ട, പത്രക്കാരുടെ മുമ്പിൽ ജനങ്ങൾ വരട്ടെ. കോഴിക്കോട്ട് കടപ്പുറത്ത് നിയമപാലകരെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം. ഇനി ഞങ്ങൾ കൊണ്ടുവരുന്ന മുടി ഒരു പക്ഷെ ഞങ്ങൾ മാറ്റിക്കളയുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മുടിയാവാമല്ലോ. നിങ്ങളുടെ കയ്യിൽ ജാലിയവാല തന്ന 3 മുടിയില്ലേ? ആ 3 മുടിയിൽ നിന്നുകൊണ്ട് ഒരു മുടി കത്തിച്ചാൽ മതിയല്ലോ. ഇനി അഥവാ കത്തിക്കുന്ന സമയത്ത് അത് കത്തിപ്പോയാ പിന്നെ റസൂലുള്ളാഹിന്റെ അല്ലാണ്ട് മുടിയായല്ലോ, ബാക്കി രണ്ടും പിന്നെ കത്തിക്കാലോ. ഇനി അതെല്ലാം മുടി കത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും സംഭവിക്കില്ല, 3 മുടി ബാക്കി ഉണ്ടാകല്ലോ. ഞങ്ങൾ നിങ്ങളെ കൂടെ കൂടുകയും ചെയ്യാം. എന്താ അവിടെ ബേജാറ്?
കത്തിപ്പോന്നുള്ള ബേജാറുണ്ടാവണ്ടല്ലോ. കത്തിയാൻ റസൂലുള്ളാന്റേതല്ല. കത്തിയിട്ടില്ലെങ്കിൽ 3 മണി അവിടെ ഉണ്ടാകും, ഞങ്ങൾ നിങ്ങളെ കൂടെ കൂടുകയും ചെയ്യാം. ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അപ്പോഴെന്താ പറഞ്ഞത്? റസൂലുള്ളാന്റെ മുടി കത്തിക്കാമെന്ന വാദം മുർത്തദാവാൻ കാരണമാകും, ഇസ്ലാമെന്ന് പുറത്താവും. ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ ടീമാ, ഇതൊക്കെ ചെയ്യാൻ പുസ്തകം എഴുതിയ ടീമാ. ഞങ്ങളെ കയ്യിൽ ആ പുസ്തകമുണ്ട്. കത്തിക്കാൻ പറ്റും, കത്തിച്ചാ കത്തൂല, റസൂലുള്ളാന്റേതാണെങ്കിൽ അവർ പറഞ്ഞു. നാ നിഴലുണ്ടോന്ന് പരിശോധിക്കാം. നിഴലുണ്ടോന്ന് പരിശോധിക്കാൻ തന്നെ പോകാൻ പാടില്ല, അത് ഇസ്ലാമെന്ന് പുറത്താവും. ഞങ്ങൾ നേലുണ്ടോന്ന് പരിശോധിച്ചു, നേലുണ്ട്, അത് കാണിച്ചു. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കൈരളി ചാനൽ ആവർത്തിച്ചു കാണിച്ചു, മാർക്കറ്റ് കാണിച്ചു, ദാ നിഴല് വ്യക്തമായി കാണിക്കുന്ന നിഴല് കൈരളി ആവർത്തിച്ചു കാണിച്ചു. ഇനി എവിടെയാ? അതൊക്കെ നടക്കുന്ന സമയത്താണ് അവസാനം ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മുടിയുടെ സ്രോതസ് അന്വേഷിക്കാൻ ജാലിയൻവാലയെ സമീപിച്ചു. ജാലിയൻവാല ഇവർക്ക് 18 മുടിയെ കൊടുത്തത്. കെട്ടിക്കണക്കിനുള്ള മുടിയ 18 ആൾക്ക് വിഷയമല്ല. 18 മുടി കൊണ്ടുവന്നു. നോക്കുമ്പോ അവർക്ക് ബോധ്യമായി ഈ മുടി വ്യാജാണ്. ഇപ്പൊ നാട് മുഴുവൻ അവർ പറഞ്ഞു നടക്കുന്നു. അവർ എല്ലാ നിലക്കും തെളിവുകൾ വെച്ചുകൊണ്ട് പറയുന്നു ഈ മുടി വ്യാജാണ്, അതിൽ പെട്ടുപോകല്ലേ. ഓരോ നാള് കഴിയുന്തോറും പൊളിയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പൊളിച്ചിലും ഇവിടെ തട്ടിപ്പും വ്യക്തമാക്കുന്നതാണ് ബഹുമാന്യനായ ജാബിർ ഹുദവി ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ മറ്റു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആസൂത്രിതമായ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം മതത്തെ തകർക്കുക എന്ന ശ്രമം ചില ഭാഗത്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ചുകൊണ്ട് വിജയിക്കില്ല എന്ന് കണ്ട ഒരു ടീം ഇസ്ലാം മതത്തെ ആസൂത്രിതമായി തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മുസ്ലിം സമുദായത്തിന് നേരെ കടന്നാക്രമണം നടത്തുന്നത്. അതിന്റെ വെളിച്ചത്തിൽ ആ 18 വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ പാടുള്ളൂ, 18 വയസ്സിന്റെ താഴോട്ട് തീരെ വരാൻ പാടില്ല എന്ന നിയമം. ഞാനത് വിശദമായി പറയും, ഒരുപാട് സമയം എടുക്കും, ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. വിശദമായി പറയാൻ തന്നെ വരുന്ന നവംബർ 1-ാം തീയതി കോഴിക്കോട് മുതലക്കുളത്തെ സമസ്ത ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടത്തുകയാണ്. നിങ്ങൾ എല്ലാവരെയും ആമുഖമായി ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് കോഴിക്കോട്ട് മുസ്ലിം സംഘടനകളുടെ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ സംയുക്ത യോഗം എടുത്ത തീരുമാനമാണ്. മുതലക്കുള മൈതാനിയിൽ കോഴിക്കോട്ട് നവംബർ 1-ാം തീയതി 5 മണിക്ക്. എന്തുകൊണ്ട് ഇത്തരം വിശദീകരണത്തിൽ ആവശ്യമായി വരുന്നു? 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ വേണ്ടി മതസംഘടന തീരുമാനം എടുത്തിട്ടില്ല. 18 വയസ്സിൽ താഴെയുള്ളതിനല്ല തീരുമാനം. 18 വയസ്സ് നിർബന്ധം പിടിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. മേലെ താഴെ എന്ന് അവനാന് തീരുമാനിക്കാം, അതേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്തായാലും വിവാദത്തിന്റെ വല്ല കാര്യം ഇവിടെ ഉദ്ധരിക്കേണ്ട കാര്യമുണ്ടോ? എത്രത്തോളം ജുഗുപ്സാപരമായിരിക്കുന്ന സമീപനമാണ് ചില ആളുകൾ സ്വീകരിച്ചത്. മുസ്ലിം സമുദായത്തെ മാത്രമല്ല ഇതിനെ ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കാകാം. ഇസ്ലാമികമായ ശരീഅത്ത് നാളിന് വരെ തുടർന്നു പോരുന്ന ഒരു സംസ്കാരമുണ്ട്. അത് സിവിൽ കോഡാണ്, ക്രിമിനൽ കോഡല്ല. ലോകത്തെല്ലാ ഭാഗത്തും ഇസ്ലാമിന്റെ സിവിൽ കോഡ് ഒന്നാണ്. ക്രിമിനൽ കോഡ് അതാത് രാജ്യത്ത് എന്താണോ പറയുന്നത് അത് അനുസരിക്കുക എന്നതാണ്. സിവിൽ കോഡ് ആ രാജ്യത്ത് എന്താ പറയുന്നത് അത് അനുസരിക്കേണ്ട കാര്യമില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ രാജ്യത്ത് എന്താണോ ഇസ്ലാമിന്റെ സിവിൽ കോഡ് പറയുന്നത് അത് അനുസരിക്കണമെന്നാ. ഇവിടെ ഈ രാജ്യത്ത് പൊതുവായ സിവിൽ കോഡ് ഇല്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് സിവിൽ കോഡ് പൊതുവായി ഉണ്ടോ? വിവാഹം എന്ന് പറയുന്നത് ക്രിമിനൽ കോഡല്ല, വിവാഹം എന്ന് പറയുന്നത് സിവിൽ കോഡാണ്. ആ സിവിൽ കോഡിന്റെ പൊതു നിയമം നമ്മുടെ രാജ്യത്ത് ഇല്ല. ഉണ്ടെങ്കിൽ ഇന്ത്യ ആവൂല. ഇന്ത്യയായത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വ്യത്യസ്ത മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമമാണ് നമ്മുടെ ഭാരതം. ആ ഭാരതാംബയാണല്ലോ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നത്, ഇന്ത്യ പറഞ്ഞു തന്നത് ഏതൊരു മതത്തിനും അവനവന്റെ മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന മൗലികാവകാശത്തിന്റെ 25-ാം ഭാഗമാണ്. ഭരണഘടനയുടെ 25-ാം വകുപ്പാണ് മൗലികാവകാശത്തിന്റെ കൂട്ടത്തിൽ പറയുന്നതാണ് ഈ കാര്യം. ഏക സിവിൽ കോഡ് പറയുന്നില്ലേ എന്ന ചില ആൾക്കാരുടെ ചോദ്യം. കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ പറഞ്ഞ് നടക്കേണ്ട കാര്യമാണ് ഏക സിവിൽ കോഡ് പറയുന്നില്ലേ. ഏക സിവിൽ കോഡ് ഉണ്ട്. ഏക സിവിൽ കോഡ് പറയുന്ന അതേ തൂക്കത്തിലും അതേ അളത്വത്തിലും തന്നെ പറയുന്നത് രാജ്യത്തെ മൊത്തമായിക്കൊണ്ട് മദ്യം സമ്പൂർണമായി നിരോധിക്കണം, രാജ്യത്ത് മൊത്തം സമ്പൂർണമായി മദ്യ നിരോധനം ഏർപ്പെടുത്തണമെന്ന് പറയുന്ന ഇവിടത്തെ വകുപ്പിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു വകുപ്പ് മാത്രമാണിത്. ആ വകുപ്പാവട്ടെ മൗലികാവകാശത്തിന്റെ കൂട്ടത്തിലല്ല, അത് മാർഗനിർദ്ദേശക തത്വത്തിൽപ്പെട്ട ഒരു ഭാഗം മാത്രമാണ്.
അത് വേണമെങ്കിലാവാം, ആവശ്യമെങ്കിലാവാം, രാജ്യത്തെ